വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു റെസിപ്പിയും നമ്മളുടെ മോം ആൻഡ് ഡാഡ് റെസിപ്പീസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. പാൽ സ്രാവ് പറ്റിച്ചു വെച്ചതാണ്. കുറേ പേർക്ക് അറിയില്ല എങ്ങനെയാണ് പാൽ സ്രാവ് ക്ലീൻ ആക്കുന്നത് എന്നും എങ്ങനെയാണത് വെക്കുന്നത് എന്നുള്ളത്. പാൽ സ്രാവ് അല്ലെങ്കിൽ സാധാരണ സ്രാവ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കല്ലുപ്പും ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകണം. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൊടംപുളി വേവിച്ച വെള്ളം 1 ടീസ്പൂൺ, 1/2 കിലോ സ്രാവിന് 1 ടീസ്പൂൺ കൊടംപുളി വേവിച്ച വെള്ളവും ചേർത്തിട്ട് നമ്മൾ അരമണിക്കൂർ നേരമെങ്കിലും അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചെറുനാരങ്ങ നീരും കല്ലുപ്പും കൂടിയിട്ട് നന്നായി ഉരച്ച് കഴുകിയ പാൽ സ്രാവ് 1 സ്പൂൺ കുടംപുളി വേവിച്ച വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിരുമ്പി വയ്ക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, സബോള, തക്കാളി, കറിവേപ്പില എന്നിവയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവയിട്ട് 30 സെക്കൻഡ് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് സബോള അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 വലിയ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു 10 സെക്കൻഡ് നേരം വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്രാവ് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഇതിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ സ്രാവ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. മീൻ കഷ്ണങ്ങൾ വെന്ത് ചാറ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് പാൽ സ്രാവ് കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ.